എത്രത്തോളം നമ്മൾ ഈശ്വരന്റെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നു, അതിനനുസരിച്ച് അനാവശ്യമായ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം ഈ സമയത്ത് സ്വയം ഭഗവാൻ തന്റെ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും അല്ലെങ്കിൽ സഹായത്തിന്റെയും മടിത്തട്ടിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. ഒരച്ഛന്റെ മടിത്തട്ടിൽ ഒരു കുട്ടി എത്ര സേഫാണ്, സുരക്ഷിതനാണ്. അതുപോലെ സ്വയം ഭഗവാനും തന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ നമ്മളെ സുരക്ഷിതരാക്കി വെച്ചിരിക്കുകയാണ്. ആ സുരക്ഷിതത്തിനുള്ളിലിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബാഹ്യ ആകർഷണങ്ങൾക്കും നമ്മളെ അതിലേക്ക് വലിക്കുവാനോ നമ്മുടെ ലക്ഷ്യമാർഗത്തിൽ തടസ്സം നിൽക്കുവാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരീയ സ്നേഹത്തിന്റെ മാർഗമെന്ന് പറയുന്നത് ഒരിക്കലും പരിശ്രമത്തിൻ്റെതല്ല. നമ്മുടെ മുമ്പിൽ വളരെ വിശാലമായ ഒരു ഹൈവേ പോലെ ഒരു വഴിയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഊടുവഴികൾ കയറി കഷ്ടപ്പെടുന്നത്? ഈശ്വരൻ നമുക്ക് കാണിച്ചു തരുന്ന ആ ശരിയായ വഴി ഉപേക്ഷിച്ച് ഊടുവഴികളിലൂടെ, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല, വഴി തെറ്റിപ്പോകും. വീണ്ടും നമുക്ക് പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ എത്ര പരിശ്രമിക്കേണ്ടി വരും, എത്രമാത്രം പരിശ്രമിക്കേണ്ടി വരും, ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധനമാണ് ഒരേ ഒരു ഈശ്വരനോടുള്ള സ്നേഹം. പറയാറുണ്ട്, മൊഹബത്ത് ഉള്ളിടത്ത് മെഹനത്ത് ഇല്ല എന്ന്. മൊഹബത്ത് എന്നാൽ സ്നേഹം, മെഹനത്ത് എന്നാൽ പരിശ്രമം. അതുകൊണ്ട് ഒരേ ഒരു ഈശ്വരനാകുന്ന അച്ഛന്റെ സ്നേഹത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ മറ്റൊന്നും കാണപ്പെടുകയില്ല എന്ന് മാത്രമല്ല, എല്ലാ ആകർഷണങ്ങളിൽ നിന്നും നമുക്ക് മുക്തമാകാനും സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ സദാ ഭാഗ്യം നിറഞ്ഞതാക്കി മാറ്റും. നമുക്ക് ലഭിച്ച ഭാഗ്യം എന്ത് എന്നുള്ളത് നമ്മുടെ മുഖഭാവത്തിലൂടെയും ചലനത്തിലൂടെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ എല്ലാ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ഭാഗ്യശാലിയാണ് എന്നുള്ള ആ ഒരു ഗീതം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കും.